നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ചയുടെ പ്രഭാതത്തിന് വേണ്ടി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവമേ പ്രാർത്ഥിക്കുന്നതിനും വചനം കേൾക്കുന്നതിനും പാട്ട് പാടുന്നതിനും അങ്ങേ സ്തുതിക്കുന്നതിനും ഒരു അവസരത്തെ കൂടെ തന്ന വലിയ കൃപയോർക്ക് സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ ഈ കൂടി വരവിനെ അനുഗ്രഹിക്കണമേ. അടിയങ്ങൾക്കൊരു ദേവാലയം ആവശ്യമാണല്ലോ ദൈവമേ, അങ്ങ് അത് അടിയങ്ങൾക്ക് കനിഞ്ഞ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ആലയമായി തീരുന്നതിന് അങ്ങ് കൃപ ചെയ്യണം. ദൈവമേ, അടിയങ്ങളുടെ പുറകുറ്റങ്ങൾ ക്ഷമിക്കണം. ആയുസ്സോടും ആരോഗ്യത്തോടും അടിയങ്ങളെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്കുള്ളതാണ്. ദൈവമേ, അങ്ങ് അടിയങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണം പരമപിതാവേ. ആമേൻ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവരാകുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയുമാകുന്നു. അങ്ങിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്കെല്ലാവർക്കും 16-ാമത്തെ പാട്ട് ഒരുമിച്ച് ചേർന്ന് പാടാം. 16-ാമത്തെ പാട്ട്, എന്നിടയൻ യഹോവ പിതാവാം, ഒന്നും എനിക്ക് കുറഞ്ഞു വരാ എന്ന് തുടങ്ങുന്ന പാട്ട്. എന്നിടയൻ യഹോവ പിതാവാം, ഒന്നും എനിക്കു കുറഞ്ഞു വരാ. എന്നെ അവൻ തൃണമുള്ളതലേ എന്നും മേയിച്ചിടുന്നു പരൻ. എന്നിടയൻ യഹോവ പിതാവാം, ഒന്നും എനിക്കു കുറഞ്ഞു വരാ. ശാന്തജലത്തരികിൽ കിടത്തി തിരുനാമമുഖാന്തരം താൻ സന്തതം നീതിയിൽ നടത്തുമെന്നെ. എന്നിടയൻ യഹോവ പിതാവാം, ഒന്നും എനിക്കു കുറഞ്ഞു വരാ. കർത്തനോടു തൻ കോൽവടിയും നിത്യമെന്നാത്മനാശ്വാസജയം. മൃത്യുവിൻ താഴ്വര ദുർഘടവും സത്യമായി ഞാൻ ഭയപ്പെടുകയില്ല. എന്നിടയൻ യഹോവ പിതാവാം, ഒന്നും എനിക്ക് കുറഞ്ഞു വരാ. ശത്രുക്കൾ കാൺകെനിക്കു പരൻ സദ്യവൊരുക്കി ആനന്ദതൈലം. വാർത്തഭിഷേകം ചെയ്യുന്നുവല്ലോ, മനമതിലാനന്ദം കവിഞ്ഞിടുന്നു. എന്നിടയൻ യഹോവ പിതാവാം, ഒന്നും എനിക്കു കുറഞ്ഞു വരാ. എന്നികവാഴ്ചയിൽ നന്മ കൃപ എന്നുമേ പിന്തുടരും നിജമേ. ഉന്നതനിൽ ഭവനേ സതതം എന്നോടെ വാസമായിടുമാമേ. എന്നിടയൻ യഹോവ
പിതാവാ, ഒന്നുമെനിക്കു കുറഞ്ഞു വരാം. സ്തുതിലിത്താനികൾ 3-ാം പുറം 1-ാം ഭാഗം. സ്തുതിലിത്താനികൾ 3-ാം പുറം 1-ാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകലജഡവും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമവും അവിടുന്ന് നയിക്കുന്ന ജനവും അവിടുത്തെ കൈക്കിലെ ആളുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, രാജ്യത്തിന് മനസ്സിലാക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവിടുത്തോടൊപ്പം, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് 9-ാം പുറത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 9-ാം പുറത്തുള്ള അനുതാപ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടുകൂടെ അങ്ങേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. പൊതുവിലുള്ള സ്തോത്രം 14-ാമത്തെ പുറം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 14-ാം പുറത്തിൽ കാണുന്ന പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനിയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച നാളുകയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിന് അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന്
ദൈവത്തെ സ്തുതിക്കാം, പാട്ടുപാടി സ്തുതിക്കാം. 278 ഗാനം, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്ന പാട്ട്. 278 പാട്ട്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാനെത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരമായിരം നാവുകളാലതു വർണ്ണിപ്പതിനെഴുതോ. 10,000-ത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ പാടില്ല സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോദമേഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി സ്നേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നെ ആശ്ചര്യമേറിടുന്നു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഈ സമയം നമുക്ക് വേദഭാഗം വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 71. സങ്കീർത്തനങ്ങൾ 71. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്കുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയുമുള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ നൽകിയവൻ നീ തന്നെ.
എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. എന്റെ വായി നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയരുതേ. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്ന് പിടിവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എന്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ട് ലജ്ജ കൊണ്ട് മൂടിപ്പോകട്ടെ. വായനയ്ക്കാൻ നൽകിയിട്ടുള്ള പഴയ നിയമ വേദഭാഗം സംഖ്യാപുസ്തകം 27-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യോസഫിന്റെ മകനായ മനേഷ്യയുടെ കുടുംബങ്ങളും മനേഷ്യയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ എഫേരിന്റെ മകനായ സൊലോഫാദിന്റെ പുത്രിമാർ അടുത്തു വന്നു. അവന്റെ പുത്രിമാർ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയുടെയും ഏലിയാസ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായക കൊണ്ട് അവന്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നതെന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരേണം. മോശെ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുൾ ചെയ്തത്, സെലോഫാദിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മക്കൾക്ക് കൊടുക്കണം. അവന് മകളില്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാരില്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ അപ്പന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന്റെ അപ്പന് സഹോദരന്മാരില്ലാതിരുന്നാൽ നിങ്ങൾ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരന് അവന്റെ അവകാശം കൊടുക്കണം. അവൻ അത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണമായിരിക്കണം. വായിച്ചു കേട്ട തിരുവചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായനയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസര്യയിലെത്തി. 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ സമ്മതിച്ചുകൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. അവനെ സമ്മതിപ്പിച്ചുകൂടായികയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. ഇവിടെ ലേഖന വേദഭാഗം അവസാനിച്ചു. ഈ തിരുവചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു അകത്ത് കടന്നു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച്, ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ഈ വചനങ്ങളാൽ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമുക്ക് സ്നേഹവചനങ്ങൾ 22-ാമത്തെ പുറം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്നേഹവചനങ്ങൾ 22-ാം പുറത്ത് കാണുന്ന സ്നേഹവചനം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. സ്നേഹവാനായ കർത്താവേ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വസിക്കാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം 22-ാം പുറത്തിൽ കാണുന്നത് ഒരുമിച്ച് ചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകപുത്രനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ അവിടെ നിന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ സമയത്ത് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തലകളെ വണക്കാം. സ്നേഹവും ബഹുമാനമുള്ള ശ്രീകുമാർ നമുക്ക് പ്രാർത്ഥനയിൽ വഴി നടത്തും. മഹാകാരുണ്യനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സമയത്തിന് വേണ്ടി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, കൃപയോടുകൂടി അടിയങ്ങളെ താങ്ങി അങ്ങയുടെ കരങ്ങളിൽ വഹിച്ച് ഈ സമയത്ത് ഒത്തുചേരുന്നതിന് കൃപ ചെയ്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങടിയങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വലിയ കൃപയെ ഓർത്ത് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ശാരീരികമായ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പലവിധ അനർത്ഥങ്ങൾ വരാമായിരുന്നു. എങ്കിലും അവയിൽ നിന്നെല്ലാം അടിയങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച് സംരക്ഷിച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. വേണ്ടുന്നതായിട്ടുള്ള നന്മകൾ അങ്ങ് പകർന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
ചെറുതും വലുതുമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളോടൊപ്പം, അങ്ങയുടെ കൃപ അടിയങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന വലിയ നന്മകളെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, സഭയുടെ ആരാധനയെ അങ്ങ് അനുഗ്രഹിക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആരാധനകൾ, കൂട്ടായ്മകൾ എല്ലാം അങ്ങയ്ക്ക് പുകഴ്ചയായി തീരുന്നതിന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും സ്വയം പുകഴ്ച വരുന്നതിന് വേണ്ടിയിട്ടല്ല പിതാവേ, എല്ലാം അങ്ങയുടെ നാമത്തിന് പുകഴ്ചയാകുന്നതിന് വേണ്ടി തന്നെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകളിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പല ആരാധനകൾ, പൈതങ്ങളുടെ ആരാധനകൾ, മുതിർന്നവരുടെ ആരാധനകൾ, ഇവരെല്ലാം അങ്ങയുടെ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദക്ഷിണ കേരള മഹായിടവയിലുള്ള വിവിധ സ്ഥാപനങ്ങൾ എല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാം ഭംഗിയായിട്ടും ക്രമമായിട്ടും ചിട്ടയായിട്ടും നടക്കുന്നതിന് അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തരത്തിലും യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും സംഭവിക്കാതെ വണ്ണം കാത്തുകൊള്ളണമേ. ദൈവമേ, എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. രോഗികളായിട്ടുള്ളവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾ പഠിക്കുന്നിടത്ത് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. അവർക്കൊന്നിനും കുറവ് വരാതെ അവരുടെ ബുദ്ധി വികസിപ്പിക്കുന്നതിനും ദൈവമേ അവർക്ക് ദൈനംദിന ജീവിതത്തിന് പര്യാപ്തമാവുന്ന രൂപത്തിൽ അവർക്കുള്ള തൊഴിൽ നേടുന്നതിനും വിദ്യാഭ്യാസം പ്രയോജനപ്പെടുന്നതിനും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും യാത്രയിൽ കൂടെ ഇരിക്കണം. ദൈവമേ, വളരെയധികം വിഷമതകൾ നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവമേ യാത്രകൾ വളരെയധികം പ്രയാസമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവമേ അങ്ങയുടെ ചെറിയെങ്കിൽ ഭദ്രമായിട്ട് മറച്ച് ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആപത്തുകളോ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ വണ്ണം ഓരോരുത്തരുടെ യാത്ര പൂർത്തീകരിച്ച് വീട്ടിലെത്തുന്നതിനും സമാധാനത്തോടെ ആയിരിക്കുന്നതിനും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്നവരെ അങ്ങ് കൈതാങ്ങി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടല്ലോ, ദൈവം അവർക്ക് വേണ്ടുന്ന കൃപകൾ അങ്ങ് പകരണമേ. അവർക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തൊഴിലിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരുണ്ട്, അവർക്ക് യോഗ്യമായിട്ടുള്ള തൊഴിൽ ലഭിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ. അവരുടെ വിദ്യാഭ്യാസത്തിനും കഴിവിനും യോഗ്യമായിട്ടുള്ള ഓരോ തൊഴിൽ ലഭിച്ച് ദൈവമേ അത് എത്രയും പ്രയോജനപ്പെടുന്നതിനും ദൈവനാമ മഹത്വത്തിനും ആയിത്തീരുന്നതിനും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് അങ്ങ് കൃപ ചെയ്യണമേ. അവർക്ക് ആവശ്യമായിട്ടുള്ള നന്മകൾ പകരണമേ. ദൂരെ ആണെങ്കിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉള്ളതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ, ദൈവിക നാമം എല്ലായിടത്തും ദൈവമേ എത്തിച്ചേരുന്നതിനും കൃപ ചെയ്യണമേ. അങ്ങയുടെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഓരോ പുരോഹിതരെയും ഓരോ ദൈവമക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരോഹിതരുണ്ട്, അവർക്ക് വേണ്ടുന്ന ആശ്വാസം അങ്ങ് പ്രദാനം ചെയ്യണമേ. ദൈവമേ, അവർക്ക് വേണ്ടുന്ന നിലനിൽപ്പിന് വേണ്ടുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോരോ സാഹചര്യങ്ങളിൽ അവർക്ക് അതോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള കൃപ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മിഷൻ ഫീൽഡിലായിരിക്കുന്ന ഓരോരോ പുരോഹിതന്മാരെ അനുഗ്രഹിക്കണമേ, ഓരോരോ പ്രവർത്തകരെ അനുഗ്രഹിക്കണമേ, കൃപയോടുകൂടി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മധ്യപ്രദേശിൽ അറസ്റ്റിലായിരുന്ന ദൈവമേ അച്ഛനെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ സാധിച്ച വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. തുടർന്നുള്ള കേസുകളിലും അങ്ങയുടെ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാജമായിട്ട് കൊടുത്തിട്ടുള്ള കേസാണെന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെ കോടതിക്ക് മനസ്സിലായി അവരെ സ്വതന്ത്രരാക്കുന്നതിനും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ദൈവമേ വിവിധ തരത്തിലുള്ള ഭീഷണികളുണ്ടല്ലോ, ദൈവമേ അതെല്ലാം മാറ്റി ദൈവമേ അതെല്ലാം ഒരു ദോഷവും ആർക്കും സംഭവിക്കാതെ വണ്ണം ദൈവിക നാമം പ്രകീർത്തിക്കുന്നതിന് വേണ്ടി അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭീഷണിയിലും ഭീകരപ്രവർത്തനത്തിലും ഒന്നും ഉണ്ടാകാതെ വണ്ണം ദൈവം ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഭീകരപ്രവർത്തനം അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഭരണകർത്താക്കൾക്ക് ദൈവമേ അതിനുള്ള സാഹചര്യം, അതിനുള്ള അവകാശം, അതിനുള്ള കഴിവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ പുകഴ്ചയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് ഒരു ദേവാലയം ആവശ്യമാണല്ലോ, അങ്ങ് അറിയുന്നുവല്ലോ. അതിനുള്ള തടസ്സങ്ങൾ എന്താണോ അതെല്ലാം മാറ്റി അടിയങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്, കൂടുതൽ ജനങ്ങളെ ഉൾക്കൊള്ളുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനകളിലെല്ലാം അങ്ങയുടെ അനുഗ്രഹം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യാതൊരു വിധാവത്തോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ വണ്ണം കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് കുറവുകുറ്റങ്ങളുണ്ട്, അടിയങ്ങൾ ഇതിനൊന്നും യോഗ്യതയുള്ളവരല്ല. അടിയങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പും എല്ലാം തന്ന അടിയങ്ങളെ കാത്ത് പരിപാലിച്ചിരിക്കുന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, തുടർന്ന് അങ്ങയുടെ സാന്നിധ്യം പകരണമേ. കുറവുള്ള ഭാഗങ്ങളിൽ എന്താണോ കുറവ് എന്ന് ദൈവമേ അടിയങ്ങൾക്ക് അറിഞ്ഞ് അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കുന്നതിനും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ കൃപകളും നൽകി കാത്ത് പരിപാലിക്കണം. ദൈവമേ, അടിയങ്ങൾക്ക് ദൈവവചനം തന്ന് പരിപോഷിപ്പിക്കണം. ദൈവമേ, അതിന് വേണ്ടുന്ന അനുഗ്രഹവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ വലിയ നന്മകളാണ് നിറയ്ക്കണം. പരമപിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. സകലദോഷത്തിൽ നിന്നും വിടുവിക്കണമേ. രാജീവിഷയ മഹത്വം എന്നേക്കും തിരുനാമത്തിനുണ്ടല്ലോ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് 512 പാട്ട് പാടാം. 512 പാട്ട്, സർവവും യേശുനാഥനായി സമർപ്പണം എന്ന് തുടങ്ങുന്ന പാട്ട്. 512. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു മോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ സമ്പത്തും എൻ്റെ വിദ്യയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ദൈവവചനം സംസാരിക്കുന്നതിനും കേൾക്കുന്നതിനും അടിയങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവവചനം സംസാരിക്കുന്നതിനുള്ള യോഗ്യത അടിയങ്ങനില്ല എന്നറിയാമെങ്കിലും ദൈവമേ, അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അത് അടിയങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നതിന് അങ്ങ് അടിയങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളും അങ്ങ് തന്ന് പരിപാലിക്കണം. എല്ലാ നന്മകളും പുകഴ്ചയും അങ്ങേക്ക്, എല്ലാ സ്തോത്രവും അങ്ങേക്കുള്ളത്. ദൈവമേ, കൃപയ നടത്തണം. പറയുക ഇന്നത്തെ ഞായർ ഒരു പ്രത്യേകത ഉള്ള ഒരു ഞായറാണ്. നമ്മുടെ വീടുകളിലായിരുന്നാലും മറ്റു സ്ഥലങ്ങളിലായിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രത്യേകമായിട്ടുള്ള കരുതൽ ഉണ്ടായിരിക്കും. പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നാലും ഉണ്ടായിരിക്കും. ആഹാരം കൊടുക്കുമ്പോഴും പ്രത്യേകമായിട്ടുള്ള ആഹാരങ്ങൾ പൈതങ്ങൾക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകാറുണ്ട്. അവിടെ എല്ലാം നമ്മൾ ഏറെക്കുറെ നമ്മൾ ചിലപ്പോൾ നമുക്ക് കഴിവില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താല്പര്യപ്പെടുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്യും. എന്നാൽ ആൺകുട്ടികളെന്നും പെൺകുട്ടികളെന്നുമുള്ള വേർതിരിവ് പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും പല കുടുംബങ്ങളിലും പല സമൂഹത്തിലും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ വേർതിരിവുകൾ പഴയ നിയമത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ട ഭാഗത്തിൽ
സഹോദരങ്ങൾ മരിച്ചുപോയി, ഇനി വസ്തുവും വകയൊക്കെ കിടപ്പുണ്ട്, അപ്പൻ്റെ വസ്തു കിടക്കുന്നു, അത് ഞങ്ങൾക്ക് അവകാശമാക്കി തരണമെന്ന് മോശയോട് അപേക്ഷിക്കുന്ന സഹോദരിമാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അതുപോലും സ്വന്തമായിട്ട് പെൺകുട്ടികൾക്ക് ലഭിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാം പുരുഷ മേധാവിത്വത്തിൽ സ്ത്രീകൾക്കൊന്നും കൊടുക്കാതെ, പെൺകുട്ടികൾക്കൊന്നും കൊടുക്കാതെ, പെൺകുട്ടികൾ പാചകം ചെയ്യുന്നതിനും വീട് തൂത്തുവാരുന്നതിനും വേണ്ടി മാത്രമുള്ള ഒരു പണിക്കാരിയായിട്ട് നിലനിർത്തിയിരുന്ന എത്രയോ കുടുംബങ്ങൾ, എത്രയോ സമൂഹങ്ങളുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള സമീപനങ്ങളും അത്തരത്തിലുള്ള സ്വഭാവങ്ങളും പലയിടത്തും അരങ്ങേറുന്നുണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക. പക്ഷേ ക്രിസ്തീയ വിദ്യാഭ്യാസവും ക്രിസ്തീയ സ്നേഹവും നമ്മുടെ സമൂഹത്തിലെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം ഒരുപാട് മാറ്റമുണ്ടായി, വളരെയധികം മാറ്റമുണ്ടായി. പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ തന്നെ സ്നേഹിക്കുന്നതിനുള്ള ഒരു മര്യാദ ക്രിസ്തീയ സ്നേഹത്തിലൂടെ നമുക്കെല്ലാം വീണ്ടെടുക്കാൻ സാധിച്ചു, നമുക്കെല്ലാം നേടിയെടുക്കാൻ സാധിച്ചു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. കാരണം ക്രിസ്തു വിഭാവനം ചെയ്തിരിക്കുന്നത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ആണും പെണ്ണും എന്നല്ല, അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. എല്ലാ നന്മകളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. പ്രത്യേകമായിട്ട് ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു നന്മയും വേദപുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നില്ല, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. എല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് പ്രത്യേകം ഓർമ്മിക്കുക. കുടുംബങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വിവേചനം ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും മാറ്റേണ്ടെന്ന ആവശ്യകതകളുണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക. പലപ്പോഴും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കുടുംബങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തതിന് ശേഷം ആൺകുട്ടികളെ കോളേജ് വിദ്യാഭ്യാസത്തിലും അതിൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ വിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം പെൺകുട്ടികൾ വീട്ടുജോലി ചെയ്യാനുള്ളവരാണ്. കൂടുതൽ എന്തിനു പഠിപ്പിക്കുന്നത്? അവർ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ വീട്ടിൽ പോകേണ്ടുന്നവരാണ്. നമ്മൾ കൂടുതൽ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു സമീപനം സമൂഹത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും അതുണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. എന്നാൽ അതല്ല, കാലം മാറി വരുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് മാറ്റം വന്നു, വ്യത്യാസങ്ങൾ വന്നു. നമുക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികളും ഒരേ വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവസരങ്ങളിവിടെ ഉണ്ട്. ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടുന്ന രീതിയിൽ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇന്നത്തെ ഞായറിനെ പെൺകുഞ്ഞുങ്ങളുടെ ഞായർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതും ഓർമ്മിക്കുന്നതും. അതനുസരിച്ചിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യുന്നത്. പെൺകുട്ടികളുടെ ഞായർ, ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും നമ്മൾ വേർതിരിച്ച് വയ്ക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഈ പെൺകുട്ടികൾ, കൊച്ചു പെൺകുട്ടികൾ മുതൽ മുതിർന്ന പെൺകുട്ടികൾ, വനിതകൾ വരെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്നവരാണ് എന്ന കാര്യം ഓർമ്മിക്കുക. കാരണം ഈ കുഞ്ഞുങ്ങളാണല്ലോ വളർന്ന് നാളെ സമൂഹത്തിൽ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ താഴെ കിട്ടുന്നത് എന്താണോ അതനുസരിച്ചിട്ടുള്ള ഒരു വിളവല്ലേ നമുക്ക് മുകളിലും കിട്ടുള്ളൂ. ആ വിളവ് നമുക്ക് ക്രിസ്തീയ സ്നേഹത്തിൽ ഏറ്റവും വലുതായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക കരുതൽ ഉണ്ടായിരിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നമുക്ക് ഗേൾസ് ഹൈസ്കൂളെന്നും ബോയ്സ് ഹൈസ്കൂളെന്നും അല്ലെങ്കിൽ ഗേൾസ് സ്കൂളെന്നും ബോയ്സ് സ്കൂളെന്നും ഒക്കെയുള്ള ഒരു വേർതിരിവ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കും അറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള സ്കൂളുകൾ സെപ്പറേറ്റ് ചെയ്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ടുള്ള സെപ്പറേറ്റ് സ്കൂളുകൾ വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയും എല്ലാ സ്കൂളുകളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യമുണ്ട് എന്നുള്ള ആ ഒരു മാനദണ്ഡം പുതുക്കി നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം വൈകിയ വേളയിലാണെങ്കിലും നമ്മളത് മനസ്സിലാക്കുക. ആ ഒരു വിവേചനം വന്നത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കുക. കാരണം കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. പെൺകുട്ടികൾ പെൺകുട്ടികളുടേതായ രീതിയിൽ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ ആൺകുട്ടികളുടേതായ രീതിയിൽ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. രണ്ടുപേരുടെയും ചിന്തയ്ക്കും പ്രവർത്തനങ്ങൾക്കും സ്വഭാവത്തിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരു മിക്സഡ് സ്കൂളിൽ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് പോകാൻ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണെന്നുണ്ടെങ്കിൽ, അത് അധ്യാപകർ പടുത്തുയർത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് അതിനു വേണ്ടിയിട്ട് പക്വപ്പെട്ടു വരും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിനുവേണ്ടി ക്രിസ്തീയ വിദ്യാഭ്യാസം വളരെയധികം ചെയ്യുന്നുണ്ട്, വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യവും പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഈ തരത്തിൽ പെൺകുഞ്ഞുങ്ങളുടെ ഒരു ഞായറെന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ചിന്തയ്ക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിക്ക് 12 വയസ്സുണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ കുഞ്ഞിന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിന് പെട്ടെന്ന് അസുഖം വന്നു, മരണശയ്യയിലായിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പോയാൽ ഈ കുഞ്ഞിൻ്റെ പിതാവ് ഒരു പള്ളി പ്രമാണിയാണ് എന്ന കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിക്കുക. യഹോവയെ ദൈവത്തെ ദൈവമെന്ന് പറയുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു പള്ളി പ്രമാണി തന്നെയാണ്
ഈ കുഞ്ഞിൻ്റെ പിതാവ്. ഈ കുഞ്ഞിന് അസുഖം വന്നപ്പോൾ പല വൈദ്യന്മാരെയും കാണിച്ചു കാണും, പല ചികിത്സകളും ചെയ്തു കാണും. ഏതായിരുന്നാലും ആരെങ്കിലും പറഞ്ഞോ അല്ലാതെയോ മനസ്സിലാക്കിയ അറിവ് വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പോയാൽ എൻ്റെ കുഞ്ഞിന് രക്ഷ നേടാം, എൻ്റെ കുഞ്ഞിന് ആയുസ് കിട്ടും, ആ കുഞ്ഞിൻ്റെ ആയുസ് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, രോഗം പൂർണ്ണമായിട്ട് മാറുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായി. ഈ പിതാവ് കരഞ്ഞുകൊണ്ട് മനസ്സിൽ വേദനയോടുകൂടി തന്നെ, കാരണം മരണശൈലിയിലായിരിക്കുന്ന ആ കുഞ്ഞ്, ഞാൻ യേശുവിനെ കാണാൻ പോകുന്നു, തിരിച്ചു വരുമ്പോൾ ഈ കുഞ്ഞുണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും ഒരു വിശ്വാസം പൂർണ്ണമായിട്ടുണ്ടാകാത്ത അവസ്ഥയിൽ, കാരണം ആ ഒരു അത്യാസന്ന നിലയിലായിരിക്കുന്ന ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ കുഞ്ഞിനെ വിട്ടിട്ട് വരികയാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത പല സ്ഥലങ്ങളിലും. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അട്ടപ്പാടിയിലുണ്ടായ ഒരു മരണം. 2 കുഞ്ഞുങ്ങൾ ഒരു സ്ലാബ് വീണ് അപകടത്തിൽപ്പെടുന്നു. അവരെ കൊണ്ടുപോകാനൊരു വാഹനമില്ല, വാഹന സൗകര്യമില്ല. ആ കുഞ്ഞുങ്ങളെ ബൈക്കിൽ കയറ്റി ആശുപത്രി പോകുന്ന സമയത്ത് തന്നെ വഴിയിൽ വെച്ച് ഒരാൾ മരിക്കുന്നു, അടുത്തയാൾ ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നു. എത്ര ദാരുണമാണെന്ന് ആലോചിച്ച് നോക്കൂ. വാഹന സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ, കൊണ്ടെത്തിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ, പെട്ടെന്ന് എത്തിക്കത്തക്ക ആശുപത്രി ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന മരണങ്ങൾ എത്രയോ വലുതാണ്, എത്രയോ ഭീകരമാണ്. പലപ്പോഴും നമ്മൾ പല ചരിത്രങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ചരിത്രം എല്ലാം ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നു എന്ന കാര്യം കൂടെ ഓർമ്മിക്കുക. എല്ലാം തികഞ്ഞ കേരളമാണെന്ന് വീമ്പിളക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെയും, പക്ഷേ ഈ പറഞ്ഞ ദാരിദ്ര്യവും പട്ടിണിയും മരണവും എല്ലാം നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നു. അതിനൊരു മോചനം എന്നുണ്ടാകും എന്ന കാര്യം കൂടെ പ്രത്യേകിച്ച് ഓർമ്മിക്കുക. അപ്പോൾ അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം അത് എത്രത്തോളം മുന്നോട്ട് പോകുമോ അത്രത്തോളം മാത്രമേ അത് വിജയിക്കൂ എന്ന കാര്യം പ്രത്യേകം നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ പറയുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ അത് നമ്മുടെ മുമ്പിൽ അത് ഉണ്ടാകണം എന്ന കാര്യമാണ് ഓർമ്മിക്കേണ്ടുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും വിവാഹ കാര്യങ്ങളിൽ പോലും കുട്ടികൾക്ക് ബാർഗെയിൻ ചെയ്യുന്ന തരത്തിലുള്ള എത്രയോ അനുഭവങ്ങൾ, എത്രയോ സംഭവങ്ങളുണ്ടെന്ന് ആലോചിച്ചോളൂ. ഇത്ര രൂപ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇത്ര പവൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം. പെൺകുട്ടിക്ക് എന്തുണ്ട്, എത്ര ഏക്കറുണ്ട്, ഇതൊക്കെയാണ് ചോദ്യം. കാരണം വിവാഹ കമ്പോളം. ആ കാലഘട്ടത്തിൽ നിന്ന് എത്തുന്ന മോചനം വരും. എപ്പോഴാണ് അതിനകത്ത് ആ ഒരു ശാപമോക്ഷം കിട്ടുന്നെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. കാരണം ഒന്നുമില്ലാത്തവരും ഉണ്ട്, അവരുടെ മക്കളുണ്ട്, അവർക്കും ജീവിക്കണം, അവർക്കും ഒരു വിവാഹബന്ധം വേണം, അവർക്കും ഒരു കുടുംബം വേണം. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ മാത്രമല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഈ കുഞ്ഞിന് സുഖമില്ല, ഈ കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് അപ്പൻ കരഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശുക്രിസ്തു വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊന്നുമില്ല. യേശുക്രിസ്തു വീണ്ടും പടകിൽ കയറി ഇക്കരെ കിടന്ന് കടലിലിരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. വലിയ പുരുഷാരം വന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഒരു കുറവുമില്ല. യേശുവിങ്കിൽ നിന്നിൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു കൂട്ടം ജനം, യേശുക്രിസ്തു ഒന്ന് തൊട്ടാൽ സൗഖ്യമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് വരുന്ന ഒരു ജനം, യേശുക്രിസ്തുവിൻ്റെ വാക്കിലൂടെ സൗഖ്യം കിട്ടും, യേശുവിൻ്റെ നിശ്വാസത്തിലൂടെ സൗഖ്യം കിട്ടും, യേശുവിൻ്റെ നോട്ടത്തിലൂടെ സൗഖ്യം കിട്ടും, ഇതെല്ലാം വിശ്വസിച്ച് വരുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. ഈ ജനങ്ങളുടെ ഇടയിൽ കൂടെയാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായ ഒരു സ്ത്രീ. യേശുക്രിസ്തു ആ സ്ത്രീയെ കരുതുന്നില്ലേ? ആ യഹൂദന്മാരുടെ അന്നത്തെ രീതി, അന്നത്തെ നിയമം അനുസരിച്ചിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ സമൂഹത്തിൽ വരാൻ പാടില്ല. അവൾ മുറിക്കകത്ത് അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ ഇത്ര ദിവസം കഴിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം, അതിനുള്ള ശുദ്ധീകരണം കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്ത് വരാൻ പാടുള്ളൂ. പക്ഷേ അവൾ പുറത്തു വന്നു. അവളുടെ വേദന അത്രയും വലുതാണ്. 12 വർഷം ശരീരത്തിലുള്ള രക്തം മുഴുവനും വാർന്നു പോയി ഒന്നുമില്ലാത്തവളായി, സകല വൈദ്യന്മാരെ കൊണ്ടും ചികിത്സിച്ചിട്ടും ഒന്നും നേടാൻ കഴിയാത്തവളായിരിക്കുന്ന ഒരു സ്ത്രീ. ഇനി എനിക്ക് ജീവിക്കണമെന്ന് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഏതായിരുന്നാലും ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹം, യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. വലിയൊരു വിശ്വാസം ആ ഒരു സ്ത്രീക്കുണ്ടായ വലിയൊരു വിശ്വാസം അതാണ്. വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും തൊട്ടാൽ മതി. ആ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറി സമൂഹം അവളെ പുറത്താക്കുമായിരുന്നു, അവൾ രക്തസ്രാവമുള്ള സ്ത്രീയാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷെ അതൊന്നും സംഭവിക്കാതെ അവൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ വന്ന് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു, അവൾക്ക് സൗഖ്യം നേടി. അപ്പോൾ യേശുക്രിസ്തു തിരിച്ചറിയുന്നു, എങ്കിൽ നിന്നും ശക്തി പ്രവഹിച്ചു, ആരാണ് എന്നെ തൊട്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഇത്രയും കൂട്ടത്തിൻ്റെ ഇടയിൽ ഗുരു ഇത്രയും പേര് ഇങ്ങനെ തള്ളി തിക്കിക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്നെ തൊട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനെന്താണ് ഉത്തരം പറയാനുള്ളത്?
ആ കൂട്ടത്തിൻ്റെ ഇടയിൽ എത്രയോ പേര് തൊടും. ചിലർ കൈകൊണ്ട് തൊടും, ചിലപ്പോൾ അറിയാതെ കാലുകൊണ്ട് തട്ടുകൊണ്ടെന്നിരിക്കും, തോള് കൊണ്ടെന്നിരിക്കും, ശരീരം ഭാഗം എവിടെയെങ്കിലും തട്ടുകൊണ്ടെന്നിരിക്കും. അപ്പം അങ്ങനെ ജനങ്ങൾ ഇങ്ങനെ സിക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്നെ തൊട്ടത് ആരാണെന്ന് ചോദിക്കുന്നത് ഒരു മണ്ടത്തരമല്ലേ എന്നുള്ള രീതിയിലാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക, അതെങ്ങനെ പറയും? എത്രയോ പേര് ഈ കൂട്ടം കൂടി നിൽക്കുന്നു. പക്ഷേ എങ്കിൽ നിന്ന് ഒരു ശക്തി പ്രവഹിച്ചു. ആ സ്ത്രീ വിറച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയാണ്. ആ സ്നേഹം, ആ ക്രിസ്തു കൊടുത്ത ആ ഒരു സ്നേഹം, ആ ഒരു അനുഗ്രഹം അവൾ ഉൾക്കൊണ്ട് അവൾ ആ രോഗമില്ലാത്തവളായിട്ട് മാറി എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ലോകം മുഴുവനും ലോകമുള്ളിടത്തോളം ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ പറയുകയും അതോടൊപ്പം തന്നെ നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ, ആ സ്ത്രീയുടെ രോഗം മാറി, അവൾ ഭേദമായി, സൗഖ്യമായി, സ്വസ്ഥയായിരുന്നു. ആ ഒരു സ്വസ്ഥത അവളുടെ ജീവിതത്തിൽ ഉണ്ടായത് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലോ ഏതോ ഒരു ഭാഗത്ത് തൊട്ടപ്പോഴാണ്. ആ വിളിമ്പെന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ താഴെയുള്ള തൊങ്ങലുകളിൽ ഏതെങ്കിലും ഒന്നിലൊന്ന് തൊട്ടാൽ മതി. ആ ഒരു നൂലിൻ്റെ അഗ്രത്തിൽ തൊട്ടാൽ മതി. അതുവഴി ഒരു കാന്തിക വലയം പോലെ, കാന്തിക ശക്തി പോലെ തന്നെ എൻ്റെ ശരീരത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ശക്തി പ്രവഹിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ, അവളുടെ വിശ്വാസം വലിയതായിരുന്നു. അതിൽ അവൾ വിജയിച്ചു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെ ഞായറിൽ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കാനുള്ളത്, ഒരു വേറ്റിത്തിരിവില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ ഒരു പ്രത്യേകതയില്ലാതെ തന്നെ സൗഖ്യം എല്ലാവർക്കും ആവശ്യമാണ്, ആഹാരം എല്ലാവർക്കും ആവശ്യമാണ്, വിദ്യാഭ്യാസം എല്ലാവർക്കും ആവശ്യമാണ്. ഇത് എല്ലാവരുടെ അവകാശവുമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഈ പറഞ്ഞ ജനത്തിൻ്റെ തള്ളലിൻ്റെ ഇടയിൽ കൂടെ ഈ പള്ളിപ്രമാണി യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയും കൂട്ടത്തിൽ വരുന്നുണ്ട്. ആ പള്ളിപ്രമാണി വന്നിട്ട് ക്രിസ്തുവിനോട് പറയണം, എൻ്റെ കുഞ്ഞിന് സുഖമില്ല, അവളെ വന്ന് അനുഗ്രഹിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ സുഖം കിട്ടും. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യായിറോസിൻ്റെ വീട്ടിൽ നിന്നും വേറൊരാൾ ഓടി കിതച്ചു വരികയാണ്. ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞ് മരിച്ചുപോയി, ഇനി ഇതിനപ്പുറത്തോട്ട് വേറൊരു കാലം തീർന്നു, മരിച്ചുപോയ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇനി എന്തിനാണ് യേശുവിനെ ഇനി വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്? പക്ഷേ യേശുക്രിസ്തു ആ വാക്ക് കാര്യമാക്കിയില്ല. ഇതൊരു പൊട്ട വാക്ക് എന്നുള്ള രൂപത്തിൽ യേശുക്രിസ്തു ആ പറഞ്ഞ വ്യക്തിയുടെ വാക്ക് കാര്യമാക്കാതെ തന്നെ യേശുക്രിസ്തു യായിറോസിനോടൊപ്പം ആ കൂടെ വരുന്ന ജനങ്ങളോടൊപ്പം ആ ഭവനത്തിൽ പോയി. ആ ഭവനത്തിൽ പോയി കഴിഞ്ഞിട്ട് ജനങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, യേശുക്രിസ്തു ആ ഭവനത്തിൽ കടന്ന് പറയുകയാണ്, കുഞ്ഞ് മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുന്നതത്രേ. ഇത് കണ്ടപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാ ജനങ്ങളും അവനെ പരിഹസിച്ചു. മരിച്ചു എന്ന് ബോധ്യപ്പെട്ടു. എല്ലാ മനുഷ്യരും മനസ്സിലാക്കി. ശ്വാസോച്ഛ്വാസം നടത്തുന്നില്ല, കുഞ്ഞ് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. ആ മരണം കണ്ടവരുണ്ട്. അവർക്കെല്ലാവർക്കും അതൊരു ഹാസ്യ സംസാരം പോലെ തോന്നി. യേശുക്രിസ്തു കളി പറഞ്ഞതുപോലെ തോന്നി. യേശുക്രിസ്തുവിനെ പരിഹസിച്ചു, കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ യേശുക്രിസ്തു ഒന്നും മിണ്ടാതെ 3 പേരെ കൂടെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരെയും മാതാപിതാക്കളെയും കൂടെ കൂട്ടി ആ മുറിക്കകത്ത് കടന്നു വാതിലടച്ചു. ബാക്കി എല്ലാവരോടും പുറത്ത് മാറി നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും പുറത്തു പോയി. വെളിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തു വന്ന് ആ പൈതലിൻ്റെ അടുക്കൽ പോയി. ഈ സമയത്ത് എനിക്ക് ഒരു സംഭവം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സഹോദരി കിണറ്റിൽ വീണ് മരിച്ച ഒരു സംഭവം ഓർമ്മ വരികയാണ്. തലേ ദിവസം വൈകുന്നേരം അത്തപ്പൂ ഇടുന്നതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞ് നടക്കുന്ന ആ കിണറിൻ്റെ വിളിമ്പിൽ ചവിട്ടി വെള്ളം കോരി, ആ വെള്ളം കോരുന്ന സമയത്ത് ആ വിളിമ്പിടിഞ്ഞ് കുഞ്ഞ് അതിനകത്ത് വീണു. ആരും അറിഞ്ഞില്ല അതിനകത്തുണ്ടെന്ന്. പക്ഷേ ദീർഘസമയത്തിന് ശേഷം കുഞ്ഞിനെ കാണാതെയായി. കാരണം പൂ പറിക്കാൻ പോകുമെന്ന് വീട്ടുകാർ വിചാരിച്ചു. അന്വേഷിച്ച് കിടന്നപ്പോൾ അവിടെ വിളിമ്പൽപ്പം ഇടിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. അതിനകത്ത് പോലീസ് വന്നു, ഫയർഫോഴ്സുകാർ വന്നു. പരിശോധിച്ചപ്പം കുഞ്ഞ് അതിനകത്ത് മരിച്ചു കിടക്കുകയാണ്. മരിച്ചു എന്ന് ബോധ്യം വന്ന് ഈ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിറ്റേന്ന് ഒരു 11 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ അവിടെ ഉണ്ട്. അന്ന് ഞങ്ങളുടെ കുട്ടികൾ, കാരണം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹോദരിയാണ് മരിച്ചു പോയത്. അവിടെ ഇരിക്കുമ്പോൾ നല്ല പ്രായമുള്ള ഒരു അപ്പൂപ്പൻ പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. ഇത്രയും താമസിക്കുന്നത് എന്ത് പറ്റി? അതോ രക്ഷപ്പെട്ടോ? ആ കുഞ്ഞ് രക്ഷപ്പെട്ടോ എന്ന്, മരിച്ചു എന്ന് ഉറപ്പായ ആ ഒരു സ്ഥിതിയിലും ആ പിതാവിൻ്റെ, ആ വാർദ്ധക്യത്തിലുള്ള ആ പിതാവിൻ്റെ മനസ്സിനകത്ത് ആ കുഞ്ഞിന് ജീവൻ വെച്ച് വരുന്നതിനെക്കുറിച്ച് ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണത് പറഞ്ഞത്.
അതിനെ മരിച്ചതായിട്ട് കാണാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ് ആ അപ്പൂപ്പൻ പറഞ്ഞത് അതോ കുഞ്ഞ് രക്ഷപ്പെട്ടോ. കാരണം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും താമസിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പിതാവ് യേശുവിനെയും കൊണ്ട് പോകുമ്പോൾ യേശുവിൽ ആശ്രയിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. പക്ഷേ അവിടെ ഈ പിതാവിനും മാതാവിനും യേശുവിനും കൂട്ടർക്കും എല്ലാം ഏൽക്കേണ്ടി വന്നതൊരു പരിഹാസമാണ്. കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ എന്ന് പറയുന്നത്. അപ്പോൾ 12 വയസ്സുള്ള ഈ കുഞ്ഞിൻ്റെ കയ്യിൽ യേശു പിടിച്ചു. ബാലെ എഴുന്നേൽക്ക എന്ന് അർത്ഥം വരുന്ന തലീഥ കുമി എന്ന് പറയുന്നു. അപ്പോൾ ആ വാക്ക് കേട്ട് ആ കുഞ്ഞിൻ്റെ ഓർമ്മശക്തി വീണ്ടെടുക്കുന്നു. നിലച്ചുപോയ രക്തം സഞ്ചരിച്ചു തുടങ്ങുന്നു. ആ കുഞ്ഞ് ജീവനുള്ളവളായി എഴുന്നേറ്റിരുന്നു. യേശു ക്രിസ്തു ഒരു വാക്കുകൂടെ പറഞ്ഞു, അതിനെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, ആഹാരം കൊടുക്കുക. അപ്പോൾ അതിന് ഇനി ആവശ്യം ആഹാരമാണ്. ദീർഘനേരം അസുഖമായിട്ട് കിടന്ന കുഞ്ഞ്, ദീർഘനാളുകളായിട്ട് അസുഖം ബാധിച്ച് കിടന്ന ഈ കുഞ്ഞ്, മരണപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ ദീർഘസമയമായിട്ടിരുന്ന ഈ കുഞ്ഞ്, ആഹാരം കഴിക്കാതിരുന്ന അവസ്ഥയിൽ അവൾ ഉണർന്നിരിക്കുന്നു. അവൾക്ക് ആഹാരം കൊടുക്കണം. ഭൗതികമായിട്ട് എന്താണോ ആവശ്യമുള്ളത് അത് നിങ്ങൾ കൊടുക്കണം. മനുഷ്യൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് ആഹാരം കൊടുക്കേണ്ടുന്നത്. ഇവിടെ ആഹാരം കൊടുക്കുമ്പോൾ അത് അർഹിക്കുന്നവന് കൊടുക്കണം. അർഹിക്കുന്നവന് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഞാൻ അവർക്ക് ഇന്നതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാകരുത്. നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുള്ള രീതിയിൽ അത്തരത്തിലായിരിക്കണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ളതെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ബാല എഴുന്നേറ്റു. അവൾ ജീവനുള്ളവളായിട്ട് തീർന്നു. അവൾക്ക് പുതിയ ജീവൻ വന്നു. സമൂഹത്തിൽ ജീവൻ വന്നു. സമൂഹത്തിൽ ഉന്മേഷം വന്നു. പക്ഷേ യേശുക്രിസ്തു അവരോട് അമർച്ചയായി ഒരു കാര്യം കൂടെ കൽപ്പിച്ചിട്ടാണ് പോയത്. ഇത് ആരോടും പറയരുത്. ഈ കാര്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ, ആരോടും പറയരുത്. പക്ഷേ ഇത് പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? അവിടെ കൂടി നിന്ന ജനങ്ങളെല്ലാവരും അറിഞ്ഞു കഴിയുകയല്ലേ. അത് ക്രമേണ അത് എല്ലായിടത്തും പരക്കുകയല്ലേ. ലോകത്തിൽ നാം ജീവിച്ചിരിക്കുന്ന ഈ സമയത്തും അതൊരു സത്യമായിട്ട് നമ്മളും അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ വീണ്ടും മറ്റു പലരോടും പറയുകയല്ലേ. അപ്പോൾ യേശുക്രിസ്തു അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു എങ്കിൽ പോലും ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് മനുഷ്യർ പലരോടും പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അവൾക്ക് ജീവൻ വന്നു. ഇങ്ങനെ യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ മകൾ ജീവനില്ലാത്തവളായി തീർന്നു, മരിച്ചുപോയി. പക്ഷെ യേശു കൈ കൊടുത്ത് അവളെ ജീവൻ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ച് നമ്മുടെ സമൂഹത്തിലായിരിക്കുന്നു. വീണ്ടും ദൈവം അവൾക്ക് ജീവൻ കൊടുത്തു എന്നുള്ള വലിയൊരു സുവിശേഷം. ആ സുവിശേഷമാണ് നാമും ഇന്ന് പറയുന്നത്. ക്രിസ്തുവിന് അതിനുള്ള കഴിവുണ്ട്, ക്രിസ്തുവിന് അതിനുള്ള മനസ്സുണ്ട്. അപ്പോൾ ആ മനസ്സ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന കാര്യം ഓർമ്മിക്കുക. നമ്മളുടെ മക്കൾ ജീവിക്കുന്നത്, നമ്മുടെ തലമുറ ജീവിക്കുന്നത്, നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അത് പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ പഴയ നിയമ ഭാഗത്തിൽ പറയുന്ന, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നയമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയുടെ കാര്യം. ഈ നയമാൻ എന്ന് പറഞ്ഞ കുഷ്ഠരോഗി വളരെ പരാക്രമശാലിയാണ്. യുദ്ധത്തിന് മുന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ള, രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു അരാമ്യനായിരുന്നു ഈ നയമാൻ. അവൻ പരാക്രമശാലി ആയിരുന്നു എങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ കുഷ്ഠരോഗത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഏത് തരത്തിൽ സമൂഹത്തിൽ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും തുടങ്ങി പല കാര്യങ്ങളും അതിനകത്ത് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഏത് തരത്തിലായിരുന്നാലും ശരി, ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്നതിന് അന്നത്തെ രാജാവ് തയ്യാറായിരുന്നില്ല എന്ന കാര്യവും പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ നയമാൻ. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ നയമാൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹായിയായിട്ട് ഒരു കൊച്ചു പെൺകുട്ടിയെ ആരാമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരും. യുദ്ധത്തിന് പോയിട്ട് വരുമ്പോൾ അടിമയായിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ടുവരും. അവളിവിടെ വേറെ നിവൃത്തിയില്ല. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് കാണും, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട് കാണും. ഇനി ലോകത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല. ഇനി ആകെയുള്ള അവശേഷിപ്പെന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ ജോലിയും ചെയ്ത് സഹായിച്ച് ജീവിക്കുക, പട്ടിണി കൂടാതെ കഴിഞ്ഞുകൂടാം. ബാക്കിയെല്ലാം ഓർമ്മകളായിട്ട് അപ്പൻ്റെ അമ്മയുടെ ഓർമ്മകൾ മാത്രം ഇനി അവശേഷിക്കും അവളുടെ ജീവിതകാലം മുഴുവൻ. ഒരു ശത്രുതയും ഇല്ലാതെ സ്നേഹത്തോടു കൂടി തന്നെ ഈ പറഞ്ഞ യജമാനൻ്റെ ദുര്യോഗത്തിൽ
വിഷമത്തിൽ, പ്രയാസത്തിൽ ഈ കുഞ്ഞൊരു സുവിശേഷം അവിടെ അറിയിക്കുകയാണ്. എലിശ എന്നു പേരുള്ള ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൗഖ്യം കിട്ടും. ഈ എലിശ പ്രവാചകന്റെ അടുത്ത് പോയി സൗഖ്യം നേടണമെന്നുണ്ടെങ്കിൽ രാജാവ് കത്ത് കൊടുത്ത് അടുത്ത നാട്ടിൽ രാജാവിൻ്റെ അടുത്ത് പോയി കൊണ്ടുകൊടുത്ത്, അതിൻ്റെ പ്രോട്ടോകോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ എലിശയോടുകൂടി കൽപ്പിക്കുകയാണ് രാജാവ് അവന് സൗഖ്യം കൊടുക്കണം. എലിശ തന്നെ ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിൽ സൗഖ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവമാണോ? അതുമാത്രമല്ല, രാജാവ് പറയുന്ന യുദ്ധത്തിനൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ അതിനു വേണ്ടിയിട്ട് കരുവാക്കുകയാണ്. ഇതെല്ലാം മനസ്സിനകത്ത് ചില വിഷമതകളൊക്കെ ഉണ്ടാകിയെങ്കിലും ഈ നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗി പാരാവാരങ്ങളോടും കൂടെ സഹകരിക്കുന്നവരോടും ഒരുമിച്ച് ചേർന്ന് എലിശാ പ്രവാചകൻ്റെ അടുക്കൽ പോകുന്നു. എലിശാ പ്രവാചകനോട് സങ്കടം പറയുന്നു. അവിടെ ചെന്ന് ഈ വിഷമതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് എലിശാ പ്രവാചകൻ പറയുന്നു, നീ യോർദാൻ നദിയിൽ 7 തവണ മുങ്ങി പൊങ്ങണം. യോർദാൻ നദിയിൽ വേറെ ഒരു മരുന്നുമില്ല, ഇത് തന്നെയാണ് നിനക്കുള്ള മരുന്ന്. അപ്പോൾ ഈ യോർദാൻ നദിയേക്കാൾ ഭംഗിയായിട്ട് ഒഴുകുന്ന നല്ല വെള്ളമുള്ള നദികളെല്ലാം എൻ്റെ നാട്ടിലുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഈ ഒരു നദിയിൽ വന്ന് മുങ്ങുന്നത് എന്ന് ക്രുദ്ധിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നവരോട് സംസാരിച്ചു, കൂടെയുള്ള സേനാധിപരോടൊക്കെ സംസാരിച്ചു. എങ്കിലും അവരോട് പറയുന്നത്, യജമാനൻ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ, ദൈവത്തിൻ്റെ ദാസൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇന്ന് വെള്ളത്തിൽ 7 തവണ മുങ്ങി പൊങ്ങണം എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, എന്തുകൊണ്ട് അതനുസരിച്ചുകൂടാ? അതുകൊണ്ട് അതനുസരിക്കുക. ചെറിയൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സില്ലാ മനസ്സോടുകൂടി 1 തവണ മുങ്ങി, അങ്ങനെ 7ാമത്തെ തവണ പൊങ്ങിയപ്പോൾ ഒരു ശിശുവിൻ്റെ ശരീരം പോലെ ഏറ്റവും ഭംഗിയുള്ളതായിട്ട്, ഏറ്റവും നന്നായിട്ട്, ഒരു കേടുമില്ലാത്ത ഒരു മനുഷ്യനെയാണ് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ ദൈവം അവനിലൂടെ, ആ പൈതലിലൂടെ ഒരു സൗഖ്യം വലിയൊരു നേതാവിന്, വലിയൊരു രാജഭൃത്യന് കൊടുത്തു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ എവിടെ നിന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇന്ന വഴിയിലേ വരുള്ളൂ, ഇന്ന സാഹചര്യത്തിലേക്ക് ഇട്ടു എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ ഒക്കില്ല. ദൈവത്തിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിമിത്തം ഉണ്ടായിരുന്നാൽ മതി. ഇവിടെ ഈ ഒരു കൊച്ചു ബാലിക, നേരത്തെ യായിറോസിൻ്റെ മകൾ, ഈ കൊച്ചു ബാലിക പറഞ്ഞത് കേട്ട് അനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിവായി വന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ പെൺകുഞ്ഞുങ്ങളുടെ ഞായറായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു ഈ പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ഏത് തരത്തിലുള്ള ഒരു മനോഭാവമാണ് എടുത്തിരുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. യേശുക്രിസ്തു സ്വന്തം മാതാവിനെ സ്നേഹിച്ചു. ഒരു സ്ഥലത്തും മാതാവിനെ സ്നേഹിക്കാതെ കൃഷിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നൊരു വാക്ക് യേശുക്രിസ്തു പറഞ്ഞതായിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഏറ്റവും വലുത്, അല്ലാതെ നമ്മൾ തമ്മിലുള്ള ബന്ധമല്ല എന്ന് പ്രത്യേകമായിട്ട് യേശുക്രിസ്തു അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മാതാവിനോട് ദേഷ്യപ്പെട്ടു, സ്വന്തം മാതാവല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരു തരത്തിലും അത് ശരിയല്ല. കാരണം യേശുക്രിസ്തു സ്നേഹത്തോടു കൂടി തന്നെയാണ്. നമുക്ക് തമ്മിൽ വേറെ എന്താണ്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്തൂടെ വെളിവായി വരും എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശുക്രിസ്തു ആ മാതാവ് പറഞ്ഞത്. കാനാവിലെ കല്യാണത്തിന് വെച്ച് മാതാവ് പറഞ്ഞത്, ഇവിടെ വീഞ്ഞില്ല, പക്ഷെ അതിനെ വീഞ്ഞുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൽപ്പന ഉണ്ടാകും എന്ന് മാതാവ് മകനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവിൻ, എന്താണോ പറയുന്നത് അത് ചെയ്യണം. അത് ഏത് തരത്തിലുള്ള കൽപ്പനയായിരുന്നാലും ശരി നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ ക്രിസ്തു ഒരു കൽപ്പന പറയുമ്പോൾ അത് അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചു പറഞ്ഞ കൽപ്പന, കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. എല്ലാം വെള്ളം കോരി നിറച്ചു, അത് വീഞ്ഞായിട്ട് തീർന്നു. വിരുന്ന് വാഴി പോലും അറിയാതെ തന്നെ അവിടെ വീഞ്ഞ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും രുചികരമായിട്ടുള്ള വീഞ്ഞ് ആ കല്യാണത്തിന് വിളമ്പി ആ വീട്ടുടയവൻ്റെ നാണക്കേടിൽ നിന്നും ക്രിസ്തു അവിടെ വലിയൊരു പ്രവർത്തനമാണ് ചെയ്തതെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ യേശുക്രിസ്തു സ്ത്രീകളെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവ് യേശുക്രിസ്തുവിൻ്റെ അമ്മയോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹവും വാത്സല്യവും. അതിന് പുറമെയാണ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നത്,
സ്വന്തം ശിഷ്യനോട് പറയുന്നത് ഇതാ നിന്റെ അമ്മ, അമ്മയോട് പറയുന്ന ഇതാ നിന്റെ മകൻ, ഞാൻ മരിച്ചു പോകാൻ പോവുകയാണ്. അത് ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരമാണ്. ഇനി നോക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മകനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. പരസ്പരം അങ്ങനെ ഒരു ബന്ധം കൊടുത്തുകൊണ്ട് യേശുക്രിസ്തു അവിടെ പിരിയുമ്പോൾ ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നീതിയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. യേശു അമ്മയെ സ്നേഹിച്ചു, അമ്മയെ അനുസരിച്ചു, അമ്മയെ കരുതി. അടുത്ത് നമുക്ക് ചിന്തിക്കാവുന്ന യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിനെ സ്ത്രീകൾ അനുഗമിച്ചിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കാനുള്ളതാണ്. പരസ്യ ശുശ്രൂഷയിൽ സ്ത്രീകൾ വളരെയധികം പേര് യേശുവിനെ അനുഗമിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ നാട്ടുക്രമം അനുസരിച്ചിട്ട് സ്ത്രീകൾക്ക് പരസ്യമായിട്ട് ഇറങ്ങി പരസ്യമായിട്ട് ആരെങ്കിലും പിന്തുടരുന്നതിനോ ഒന്നുമുള്ള നിയമ അവകാശങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അതെല്ലാം, ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോയി എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. യേശുക്രിസ്തുവിൻ്റെ പുറകെ സ്ത്രീകൾ കൂട്ടം കൂടി തെരുവിലൂടെ പോകുന്ന വലിയൊരു കാഴ്ച നമ്മുടെ മനസ്സിനകത്ത് കണ്ടെത്താൻ സാധിക്കും. അതിനെ ആരും തടഞ്ഞില്ല എന്ന കാര്യം ഓർമ്മിക്കുക. അതോടൊപ്പം ക്രിസ്തുവും അതിനെ തടഞ്ഞില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. കാരണം സ്ത്രീകൾ സ്വതന്ത്രരായി സമൂഹത്തിലേക്ക് വരണം എന്നുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ രണ്ട് സംഭവങ്ങളും അവിടെ ഉണ്ടായത്. കാരണം ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ പുറകെ പോയി ക്രിസ്തുവിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തടയണ്ട എന്ന് അവിടുത്തെ ഭരണാധികാരികൾക്ക് തോന്നി. ക്രിസ്തുവിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് വരുന്ന ഈ സ്ത്രീകളെ ഒരു തരത്തിലും നിയമത്തിൻ്റെ പേര് പറഞ്ഞ് മാറ്റി നിർത്തണമെന്ന് യേശുക്രിസ്തു ക്ഷണിച്ചില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അടുത്ത് യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി സ്ത്രീകളെയും അനുവദിച്ചു എന്ന കാര്യമാണ്. കാരണം ശിഷ്യന്മാരായിട്ട് അന്ന് ഉൾപ്പെടുത്തിയിരുന്നത് പുരുഷന്മാരെ മാത്രമാണ്. എന്നാൽ യേശുക്രിസ്തുവിനോടൊപ്പം സ്ത്രീകളായിട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർമ്മിക്കുക. അവിടെ ഒന്നും യേശുക്രിസ്തു ഒരു തടസ്സവും സൃഷ്ടിച്ചില്ല. നിങ്ങളെ സ്ത്രീകളാണ് വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എൻ്റെ കൂടെ ഒന്നും വരണ്ട, ഇവിടെ പുരുഷന്മാർ വന്നോളും എന്നുള്ളൊരു സമീപനമൊന്നും യേശുക്രിസ്തു എടുത്തില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. കാരണം ആ സ്ത്രീകളെ പുരുഷന്മാരോടൊപ്പം തന്നെ ഒരുമിച്ച് വന്ന് ദൈവനാമ മഹത്വത്തിനും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനും വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ നാട്ടു നടപ്പല്ലാത്ത കാര്യമാണെങ്കിൽ പോലും ക്രിസ്തു അതിനെ നാട്ടിൽ നടപ്പുള്ള ഒരു കാര്യമാറ്റി എല്ലാവർക്കും ഉള്ള ഒരു മഹാസന്ദേശമായിട്ട് ക്രിസ്തു അവർക്ക് വിളമ്പി എന്ന കാര്യം ഓർമ്മിക്കുക. ഒരു സ്ത്രീ, അവൾ വ്യഭിചാരിയാണ്, വ്യഭിചാര കുറ്റത്തിനാണ് പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെക്കുറിച്ച് ഇല്ലാ കഥകളോ ഉള്ള കഥകളോ എന്തായിരുന്നാലും ശരി ക്രിസ്തുവിൻ്റെ മുമ്പിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു ഒന്നിനും മറുപടിയും പറഞ്ഞില്ല. അവൻ കുഞ്ഞിന് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ചില ചിന്തകന്മാർ പറയുന്നത് ആ എഴുതിക്കൊണ്ടിരുന്നത് ഈ വന്നുകൂടി കല്ലെറിയാൻ വേണ്ടിയിട്ട് ശഠിക്കുന്നവരുടെ പാപങ്ങളാണ് അവിടെ എഴുതിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നവരുണ്ട്. ആധികാരികമായിട്ട് വേദോസ്തത്തിൽ അത് പറഞ്ഞിട്ടില്ല എങ്കിലും ഏതായിരുന്നാലും ഇത് ആ കൂടി നിന്നവർ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പിൻവാങ്ങിപ്പോയി. ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ യേശുക്രിസ്തുവും ഈ വ്യഭിചാരിണിയായിട്ട് കുറ്റപ്പെടുത്തപ്പെട്ട ഈ സ്ത്രീയും മാത്രമേ ഉള്ളൂ. യേശു തല ഉയർത്തി നോക്കി, മറ്റുള്ളവരെവിടെ, ബാക്കി എല്ലാ മനുഷ്യരും എവിടെ പോയി? ആരും നിന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത് എന്നുള്ള സ്നേഹത്തോടു കൂടിയ ഒരു കാൽവയ്പ് ക്രിസ്തുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പാപം ചെയ്ത് കാണും, പക്ഷേ ഇനി പാപം ചെയ്യരുത്. അത്രയും കാലത്ത് അത് ക്ഷമിച്ചു, അത്രയും കാലത്ത് കഴിഞ്ഞു. അവൾ സന്തോഷത്തോടു കൂടി പോയി എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ അവിടെ സ്ത്രീക്ക് വീണ്ടും ഏറ്റവും വലിയൊരു വിജയം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ യേശുക്രിസ്തു അവിടെ നിന്നത്. യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഉൾപ്പെടെ യേശുക്രിസ്തുവിനെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തി കാണും. അവൻ വ്യഭിചാരികളോടും പരീശന്മാരോടും ചുങ്കക്കാരോടും കൂടെയൊക്കെ ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഈ സ്ത്രീയെ ചിലപ്പോൾ ഉൾപ്പെടുത്തി കാണാം. എന്തായിരുന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ളതാണ് ഘോഷിക്കുന്നത് എന്ന രൂപത്തിൽ. ആ ഒരു സാഹചര്യത്തിൽ ഈ മാർത്തയും മറിയയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി യേശുക്രിസ്തുവിനുണ്ടായി. കാരണം അത് സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം സഹോദരിമാരെ പോലെ സ്നേഹിച്ചവർ. ആ സഹോദരൻ മരിച്ചു പോയപ്പോൾ ക്രിസ്തുവിന് ഈ രണ്ട് സഹോദരിമാരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടുന്ന വലിയൊരു കാര്യം. പക്ഷേ അത് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് മരിച്ച് അഴുകി തുടങ്ങി എന്ന് സഹോദരി പോലും പറഞ്ഞിട്ട് അത് കേൾക്കാതെ, അത് ഉൾക്കൊള്ളാതെ അവിടെ പോയിട്ട് അവൻ്റെ കാലിലെ കെട്ടുകൾ അഴിപ്പിൻ,
ദ്രവിച്ചു തുടങ്ങിയ അവൻ്റെ കാലിൽ കെട്ടുണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ കെട്ടുണ്ടായിരുന്നു. കാരണം മരണസമയത്ത് നമ്മൾ ഇന്ന് കാണുന്നതാണ്, അങ്ങനെ കെട്ട് വച്ച് അടക്കുന്നത് കണ്ടിട്ടുണ്ട്, കെട്ട് ഇല്ലാതെ അടക്കുന്നത്, ആ കെട്ടുകൾ അഴിച്ചിട്ട് അടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സംസ്കാരത്തിന് കെട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവൻ്റെ കെട്ടുകളെ അഴിപ്പില്ല. ഇവിടെ ലോകത്തിൽ പലതരത്തിലുള്ള കെട്ടുകളുണ്ട്, പലതരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. അത് അഴിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ആ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ലാസർ ജീവനോടുകൂടി എഴുന്നേറ്റ് വന്നു. ആ സഹോദരിമാർക്ക് വീണ്ടും തുണയായിട്ട് തീർന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. കാൽവരിയിൽ യേശുക്രിസ്തുവിനെ കൊണ്ടുപോയി കാൽവരിയിൽ ക്രൂശിക്കാൻ വേണ്ടി പോകുമ്പോൾ സ്ത്രീകൾ മാറത്തടിച്ച് വിലപിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു. അത് യേശുവും കണ്ടു, ജനങ്ങൾ മുഴുവനും കണ്ടു. മാറത്തടിച്ച് കരയുന്ന സ്ത്രീ ജനങ്ങൾ. പുരുഷന്മാർക്ക് അത്രത്തോളം ഒന്നും കരച്ചിലൊന്നും വന്നില്ല. കാരണം സ്ത്രീകൾ ആ പറഞ്ഞ ദയനീയമായിട്ടുള്ള ആ സാഹചര്യം, ദേഹത്ത് മുഴുവനും ചാട്ടവാറ് കൊണ്ട് അടിച്ച് ദേഹത്തുള്ള മാംസമെല്ലാം പറഞ്ഞ് രക്തം ഒലിച്ചൊലിച്ചൊലിച്ച് പോകുന്നു. മുള്ളുമുടി വെച്ച തലയിൽ കൂടെ രക്തം ഒഴുകുന്നു. ഓരോ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോഴും ശരീരത്തിൽ നിന്ന് മാംസം പറഞ്ഞു പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടോട് ക്രിസ്തു അതിനെ കാണുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ സ്ത്രീകൾ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ക്രൂശിൽ തറയ്ക്കുന്ന ആ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, വെള്ളത്തെ വീഞ്ഞാക്കിയത് കണ്ട ശിഷ്യന്മാർ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കണ്ട ശിഷ്യന്മാർ, കൂട്ടത്തോടെ ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് കണ്ട ശിഷ്യന്മാർ, അവരെല്ലാം പിന്മാറിപ്പോയി, അവരെല്ലാം മാറിപ്പോയി. പക്ഷേ യേശുക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നത് കുറേ സ്ത്രീജനങ്ങളാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ജനം തള്ളിക്കളയുന്ന, ജനം മോശക്കാരെന്ന് പറയുന്ന സ്ത്രീജനങ്ങളാണ് യേശുക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവർ വിട്ടുപോയില്ല. ഏതായിരുന്നാലും യേശുക്രിസ്തുവിനെ അവിടെ അടക്കം ചെയ്തു. അടക്കം ചെയ്തതിന് ശേഷം യേശുക്രിസ്തുവിന് സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നതിന് വേണ്ടി മൂന്നാമത്തെ ദിവസം അവിടെ എത്തുമ്പോൾ ആരെ കല്ല് മാറ്റിക്കളയുമെന്നുള്ള ഒരു സംശയത്തോടുകൂടി, ആ ഒരു വ്യാകുലതയോടുകൂടിയാണ് ഈ സ്ത്രീകൾ അവിടെ എത്തുന്നത്. പക്ഷേ അവർക്ക് വേണ്ടി കല്ല് ദൂതന്മാർ മാറ്റിക്കളഞ്ഞിരുന്നു. അവിടെ ചെന്ന് സുഗന്ധ തൈലം പുരട്ടാമെന്ന് വിശ്വസിക്കുമ്പോൾ, ആശിച്ചു പോകുമ്പോൾ അവിടെ യേശു ഇല്ല. എന്നിട്ട് ബാക്കിയുള്ളവർ പോകുമ്പോഴും അറിയ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. യജമാനനെ അവനെ എവിടെ വച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. മൂന്നാമത്തെ ദിവസം ഞാൻ അഴുകി തുടങ്ങിയ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. ഈ സുഗന്ധദ്രവ്യങ്ങൾ ഇടുന്നത് കൊണ്ട് സാധാരണയായിട്ട് അഴുകൽ എളുപ്പത്തിൽ നടക്കില്ല, കുറെ കൂടെ കാലതാമസം ഉണ്ടാകും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. അപ്പോൾ യേശുവിനെ ഞാൻ എടുത്തുകൊണ്ടോ എവിടെ വച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കല്ലറയ്ക്കകത്തുനിന്ന് അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു എന്ന വലിയൊരു വാർത്ത, വലിയൊരു സദ്വർത്തമാനം ഈ സ്ത്രീകൾ കേൾക്കുന്നു. ആദ്യമായിട്ട് ആ ഒരു സുവിശേഷം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായത് ഈ സ്ത്രീകൾക്കാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഈ സ്ത്രീകൾക്കാണ് ആ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ ഒരു സൗന്ദര്യം ആദ്യമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നത് എന്ന കാര്യം ഓർമ്മിക്കണം. യേശുക്രിസ്തു അവർക്ക് ഒരു ദർശന ഭാഗ്യം കൊടുത്തു എന്ന് പറയുന്നതിലും അതിശയോക്തിയില്ല. ഏതായിരുന്നാലും യേശുക്രിസ്തു അടുത്ത് നിന്നിട്ട് യേശുവിനെ യജമാനനെ എന്ന് വിളിക്കുമ്പോൾ സ്ത്രീയെ എന്ന് വിളിച്ച് ആ ശബ്ദം യേശുക്രിസ്തു വിളിച്ചിട്ടുള്ള ശബ്ദമാണല്ലോ മറിയേ എന്നുള്ള ആ വാക്ക്. അത് കേട്ട്, ആ സാന്ത്വനപ്പെടുത്തുന്ന വാക്ക് കേട്ട് സന്തോഷത്തോടു കൂടി ഋബുനി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പോകുന്ന ആ ഒരു അവസ്ഥ, എന്നെ തുടരുത്, ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടില്ല, ആ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം സ്ത്രീകളോട് ഏറിയ രൂപത്തിലായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിന് പുറമെ സുവിശേഷീകരണത്തിന് അതിനു മുമ്പായിട്ട് തന്നെ ഗലീല മുതൽ ഗോൽഗോഥ കുന്ന് വരെയുള്ള സ്ഥലത്ത് ഈ സ്ത്രീജനങ്ങളാണ് അവനെ അനുഗമിച്ചത്. ഇവിടെ എല്ലാം അടിയും കൊടുത്ത് കൊണ്ടുപോകുമ്പോഴും ഈ സ്ത്രീജനങ്ങൾ കരഞ്ഞ് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവരോടൊപ്പം പോവുകയാണ്, ഈ പടയാളികളോടൊപ്പം പോവുകയാണ്. സ്ത്രീകളാണ് അനുഗമിച്ചത്. ശിഷ്യന്മാരോ ഏറെക്കുറെ എല്ലാവരും ഒളിവിൽ പോയി. കാരണം ഇനി അവർക്കാണ് ഇനി ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിൽ കല്ലറയ്ക്കൽ കരഞ്ഞു നിന്ന സ്ത്രീക്ക് പ്രത്യക്ഷനായതോടൊപ്പം തന്നെ അവർക്ക് വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നു. ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഈ വാർത്ത ചെന്ന് ശിഷ്യന്മാരെ അറിയിക്കുക, ഈ കാര്യം ചെന്ന് ശിഷ്യന്മാരെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണം. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളെയാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക.
എന്നാൽ ഇന്ന് 90% പുരുഷ ആധിപത്യത്തിലാണ് സുവിശേഷീകരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യം കൂടെ ഓർമ്മിക്കുക. അപ്പോൾ യേശു ഏൽപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ്. സ്ത്രീകൾ മുന്നോട്ട് വരണം. സ്ത്രീകൾ ക്രിസ്തുവിൻ്റെ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി അവരവരുടെ കുടുംബങ്ങളിൽ, അവരുടെ സമൂഹത്തിൽ, എല്ലായിടത്തും സ്ത്രീകളുടെ മുന്നേറ്റം ക്രിസ്തു കണ്ടിരുന്നു എന്ന കാര്യം ഓർമ്മിക്കുക. ക്രിസ്തു സ്ത്രീകളെ ഏൽപ്പിച്ചിരുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ആ ഒരു വലിയൊരു മിഷൻ, വലിയൊരു ദൗത്യം, സുവിശേഷത്തിൻ്റെ വലിയൊരു ദൗത്യം ക്രിസ്തു സ്ത്രീജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, പെൺകുട്ടികളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതോടൊപ്പം തന്നെ മഗ്ദലന മറിയയെ വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലൻ എന്നുള്ള പേരിലാണ്. അപ്പോസ്തലന്മാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, കൂടെ ഉണ്ടായിരുന്നവർ, അവർക്ക് ഒരു അപ്പോസ്തല ചിന്ത കൊണ്ട് കൊടുത്തത്, ആ ഒരു അറിവ് കൊണ്ട് കൊടുത്തത് ഈ മഗ്ദലന മറിയമാണ്. ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റനായിട്ട് ഞാൻ കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു നേരത്തെ പറഞ്ഞിരുന്ന അത് വാസ്തവമായിരുന്നു, അതിവിടെ സംഭവിച്ചിരിക്കുന്നു. ആ ശിഷ്യന്മാരിലും പലർക്കും ഇരു മനസ്സോടുകൂടിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒടുവിൽ വിശ്വസിച്ചു എന്ന കാര്യം പ്രത്യേകം പരമാർത്ഥമുള്ളതാണ്. ശിഷ്യന്മാർ മാളിക മുറിയിൽ കയറിയിരിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഇടയിൽ അത് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവരുടെ മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷനായി അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കൊടുത്തു, അവർക്ക് വേണ്ടുന്ന സമാധാനം കൊടുത്തു, അവർക്ക് വേണ്ടുന്ന ഒരു സ്വസ്ഥത കൊടുത്തു. കാരണം മനസ്സിനകത്ത് സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ പലപ്പോഴും ജീവിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും, നാളെ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും, നാളെ എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, എൻ്റെ മക്കളുടെ ഭാവി എന്താണ്, ആശുപത്രിയിലായിരിക്കുന്നു, പൈസയില്ല ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്, ഇനി എങ്ങനെ അടയ്ക്കും, ടീച്ചർ വെളിയിലാക്കും എന്ന് കുട്ടികളുടെ മനസ്സിനകത്തുള്ള വിഷമം തുടങ്ങി ഒരുപാട് ചിന്തകളിൽ വലയുന്ന മനുഷ്യരാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ക്രിസ്തു മാളികയ്ക്കകത്ത് ചെന്ന് അവർക്ക് സമാധാനം കൊടുക്കുന്നു. ആ സമാധാനമാണ് ക്രിസ്തു നമുക്കും തന്നിരിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഒരുപാട് ഇതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടേണ്ട. എല്ലാം നിങ്ങൾക്ക് സർവശക്തനായ പിതാവായ ദൈവം സാധിച്ചു തരും എന്ന് ക്രിസ്തു നമ്മെ സന്തോഷത്തോടുകൂടി പഠിപ്പിക്കുന്നു എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഈ മാളിക മുറിയിലിരുന്ന് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്ന സമയത്തും പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു. അവിടെ പുരുഷന്മാർക്ക് മാത്രമല്ല പരിശുദ്ധാത്മാവിനെ കൊടുത്തത്, സ്ത്രീകൾക്ക് മാത്രമല്ല പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു. ക്രിസ്തുവിൻ്റെ ആത്മാവ് കാര്യസ്ഥനെ അയക്കും. അയച്ച ആ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഈ വനിതകളെ, പെൺകുട്ടികളെ, സ്ത്രീകളെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ടും യേശുക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായിട്ടും തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നു എന്ന കാര്യം ഓർമ്മിക്കുക. അതിനുവേണ്ടി നാമും നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ച് ക്രിസ്തുവിൽ എളിമപ്പെട്ട് സ്ത്രീകളോട് സമരസപ്പെട്ട് അവർക്ക് വേണ്ടുന്ന കരുതൽ നമ്മൾ കൊടുത്ത് അവരെ കൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നാം ക്രിസ്തുവിനോടൊപ്പം പങ്കാളികളായിട്ട് തീരണമെന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ദൈവവചനം അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ പിതാവേ, ദൈവമേടിയങ്ങൾക്ക് ഈ ഞായറാഴ്ച ദിവസം അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ മാറ്റിത്തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, പല ഭാഗങ്ങളിലായിരുന്നവർക്ക് ഓടിയെത്തി ദൈവമേ പാട്ട് പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവവചനം കേൾക്കുന്നതിനും വായിക്കുന്നതിനും എല്ലാം അങ്ങ് കൃപ ചെയ്തുവല്ലോ. അടിയങ്ങൾ ബലഹീനരാണ്, എങ്കിലും അടിയങ്ങളെ ബലഹീനതയിൽ നിന്നും കൈ നടത്തി ബലമുള്ളവരാക്കി തീർക്കുന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, തുടർന്നും ആശീർവാദം തരണം. അടിയങ്ങളെ അനുഗ്രഹിക്കണം, അടിയങ്ങളെ ശക്തിപ്പെടുത്തണം. അടിയങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ആവശ്യങ്ങൾ അങ്ങ് നൽകും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങളായിരിക്കുന്നു. ദൈവമേ, അടിയങ്ങൾക്കൊരു സഭാമന്ദിരം വേണം. അത് വലുതെന്നോ ചെറുതെന്നോ ഇല്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ആലയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതിൽ അനേകം പേര് വന്ന് പ്രാർത്ഥിക്കുന്നതിന്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അങ്ങ് അതിന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും മനസ്സ് കഠിനപ്പെട്ടു പോകാതെ ദൈവമേ, ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തരണം. അടിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടുന്ന ആവശ്യങ്ങൾ അറിഞ്ഞു. പൈതങ്ങളെ പ്രത്യേകമായിട്ട്, പെൺകുട്ടികളെ പ്രത്യേകമായിട്ട്, ദൈവമേ, ഈ സമൂഹത്തിൽ നരഭോജികളായ മനുഷ്യരെ പോലെ തന്നെ ഒരു കൂട്ടം മനുഷ്യർ ദൈവമേ പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നതിന് വേണ്ടി തക്കം പാർത്തിരിക്കുകയാണല്ലോ. അത്തരത്തിലുള്ള ദൈവമേ ദുഷിച്ച ചിന്താഗതികളൊന്നും ഉണ്ടാകാതെ വണ്ണം മനുഷ്യരെ മാറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കണ്ട് ജീവിക്കുന്നതിന് വേണ്ടുന്ന വലിയൊരു ദൗത്യം ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടി അടിയങ്ങളെയും പ്രാപ്തരാക്കണമേ, സമൂഹത്തെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ മുമ്പാകെ പരമേൽപ്പിക്കുന്നു. യാചിച്ചാലും അധികം നന്മകളാ നിറയ്ക്കണം പരമപിതാവേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഓടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരമേ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരമേ, വന്ദനം നിനക്കാമേ.